ലാ ഇലാഹ ഇല്ലല്ലാഹ് അവസാന കലിമയായിക്കൊണ്ട് മരണത്തിന്റെ മുമ്പ് അവൻ പറയുന്ന അവസാന വാചകം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നെങ്ങാനും ആയി തീരാൻ അവന് സാധിച്ചുവെങ്കിൽ മൻ കാന ആഖിറു കലാമിഹി, ഒരാളുടെ സംസാരത്തിന്റെ ആഖിർ ആയെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അതൊരു മനുഷ്യൻ അങ്ങനെ ചൊല്ലുന്നത് അതവന്റെ സ്വർഗപ്രവേശനത്തിന് കാരണമാണെന്ന് നമുക്ക് ആശ്വസിക്കാം, ഉറപ്പിക്കാവതല്ല. അള്ളയാണ് തീരുമാനിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു, ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാം, മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്നത യൗമൻ മിനദ് ദഹരി വ ഇന്ന അസാബഹു ഖബ്ല ദാലിക മാ അസാബഹു. ഒരാളുടെ അവസാനത്തെ വാചകം ഇൻദൽ മൗതി, മരണത്തിന്റെ നേരത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. യൗമൻ മിനദ് ദഹരി, ഏതെങ്കിലും ഒരു കാലത്തെങ്കിലും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. വ ഇന്ന അസാബഹു ഖബ്ല ദാലിക മാ അസാബഹു, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതിന്റെ മുമ്പ് അവന് ബാധിക്കുന്ന ശിക്ഷകളൊക്കെ ബാധിച്ചു എന്നാലും ഒരു കാലത്ത് അവസാന സമയത്തെങ്കിലും അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതാണ് എന്ന ഒരു റിപ്പോർട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, അതാ സമയത്ത് ഓർമ്മപ്പെടുത്താൻ ചുറ്റും കൂടി നിൽക്കുന്നവരോട് കൽപ്പനയുമുണ്ട്. ഒരാൾ മരണം ഹാജരാകുന്നു എന്ന് അടയാളങ്ങളിലൂടെ ചില ലക്ഷണങ്ങളിലൂടെയൊക്കെ വ്യക്തമായി കഴിഞ്ഞാൽ ആ മനുഷ്യൻ കേൾക്കുന്ന ഉച്ചത്തിൽ അയാളോട് പറയേണ്ടതുണ്ട്, അയാൾക്ക് ചൊല്ലിക്കൊടുക്കേണ്ടതുണ്ട്. നബി തങ്ങൾ പറഞ്ഞല്ലോ, ലഖിനൂ മൗതാക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളിൽ മരണം ആസന്നമായവരോട്, മരണം ആസന്നമായവർക്ക് നിങ്ങൾ ചൊല്ലിക്കൊടുക്കണേ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അദ്ദേഹം അത് പറഞ്ഞെങ്കിൽ പിന്നീട് പറയേണ്ടതില്ല, പിന്നെയും പിന്നെയും പറയേണ്ടതില്ല. ഒരാളുടെ ശ്രദ്ധയിൽ അത് കേൾക്കുന്ന നിലക്ക്, അയാളത് മനസ്സിലാക്കുന്ന നിലക്ക് ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഇനി സഹോദരന്മാരെ, ആ അവസരത്തിൽ വലിയ ദാഹമുണ്ടാകുമെന്ന് നമുക്ക് ആളുകളതാ അവരുടേതായ അവസ്ഥ, വളരെയേറെ ദാഹമുണ്ടാകുന്ന സന്ദർഭമാണ്. ഒരിത്തിരി വെള്ളം ആ ചുണ്ടിലും അതുപോലെ തന്നെ നാവിലുമൊക്കെ ഇറ്റിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അതേപോലെ തന്നെ അവിടെ കൂടി നിൽക്കുന്ന മനുഷ്യന്മാര് രോഗിയുടെ സമീപത്താണെങ്കിലും ഇനി ഒരു ജനാസയുടെ സമീപത്താണെങ്കിലും മനുഷ്യന്മാരിങ്ങനെ മരണം ഒരാൾക്ക് ആസന്നമാകുന്ന നേരത്ത് ചുറ്റുഭാഗത്തും കൂടി നിന്നുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് കാര്യമില്ല, അതല്ലെങ്കിൽ പൊട്ടി കരഞ്ഞതുകൊണ്ട് കാര്യമില്ല. രോഗിയുടെ സമീപത്ത് അതേത് നിലക്കുള്ള രോഗിയാണെങ്കിലും, ആസന്ന മരണനായ രോഗിയാണെങ്കിലും, ഇനി മരണപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ജനാസ മയ്യത്താണെങ്കിലും അവിടേക്ക് പോയി കഴിഞ്ഞാൽ ഖൈറായ കാര്യങ്ങൾ അല്ലാഹുവോട് ദുആ ചെയ്യാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇദാ ഹദർതുമുൽ മരീദ അവിൽ മയ്യിത ഫഖൂലൂ ഖൈറാ ഫഇന്നൽ മലായികത യുഅമ്മിനൂന അലാ മാ തഖൂലൂൻ. പല സഹോദരങ്ങളും ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമാണ് ഈ പറയുന്നത്. രോഗിയുടെ അരികിൽ പോയി മറ്റുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു പിരിഞ്ഞു പോരുന്നു. മരണാസന്നനായ രോഗിയാണെങ്കിൽ അവിടെ നെടുവീർപ്പും വെപ്രാളവും ചുടുനിശ്വാസവും അതുപോലെ തന്നെ ഖേദപ്രകടനവും സഹതാപ വാക്കുകളും ഒക്കെ പറയുന്നു. അതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ. ഈ രോഗിക്ക് വല്ല ഉപകാരവും കിട്ടണോ, ഈ മയ്യത്തിന് വല്ല ഉപകാരവും കിട്ടണോ, ആ സ്ഥലത്താരെങ്കിലും ഹാജരുണ്ടെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ നല്ലത് പറയണേ, നല്ലത് പറയണേ, നല്ല കാര്യത്തിന് അല്ലാഹുവോട് ചോദിക്കണേ. ആസന്ന മരണനായ രോഗിയുടെ സമീപത്ത് പോയി യാസീൻ ഓതണം എന്നല്ല ഇതിന്റെ അർത്ഥം.
അതല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ജനാസയുടെ സമീപത്ത് ഇരുന്നു കൊണ്ട് ഖുർആൻ ഓതണം എന്നല്ല ഇതിന്റെ അർത്ഥം. ഫഖൂലു ഖൈറാ, നിങ്ങൾ നല്ലത് പറയണം എന്നല്ലേ ഹദീസിലുള്ളത്. ഏറ്റവും വലിയ നല്ല വാക്ക് ഖുർആനല്ലേ. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ വർത്തമാനം അള്ളാന്റെ കലാമല്ലേ. അപ്പോൾ പിന്നെ രോഗിയുടെ അരികിലിരുന്നു കൊണ്ട് പ്രത്യേക മരണം ആസന്നമായ രോഗിയുടെ സമീപത്ത് യാസീൻ ഓതിക്കൊടുക്കലല്ലേ വേണ്ടത്. അതല്ലെങ്കിൽ മരിച്ച മയ്യത്തിന് സമീപത്തിരുന്നു കൊണ്ട് ഈ ഖുർആൻ ഓതലല്ലേ വേണ്ടതെന്നല്ലേ ആ ഹദീസിൽ പറയുന്നതെന്ന് ചിലരൊക്കെ സംശയിച്ചേക്കാം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഹദീസ് പറഞ്ഞു തന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഹദീസ് ആദ്യമായി കേൾക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും, അവരൊക്കെ അതിൽ നിന്ന് എന്താണ് പഠിപ്പിച്ചത്, എന്താണ് മനസ്സിലാക്കിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇതങ്ങ് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഫൈനൽ മലായികത, നിശ്ചയമായും മലക്കുകൾ യുഅമ്മിനൂൻ, അവര് ആമീൻ ആമീൻ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അലാ മാ തഖൂലൂൻ, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക്. നിങ്ങൾ അള്ളാഹുവിനോട് അവിടെ വെച്ച് എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഒരു രോഗിയുടെ സമീപത്തെത്തുമ്പോ അല്ലാഹുവേ ഈ രോഗിക്ക് നീ ശമനം നൽകണേ, ശിഫയാക്കണേ അല്ലാ. എത്രയോ മര്യാദകൾ രോഗിയുടെ സമീപത്തുണ്ടല്ലോ. ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. രോഗിയുടെ സമീപത്ത് ചെല്ലുമ്പോ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ എന്ത് സന്ദർശനമാണ്, രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ എന്തൊരു പിരിഞ്ഞു പോക്കാണ് പ്രിയപ്പെട്ടവരെ. അവിടെ ഇരുന്നു കൊണ്ട് പലർക്കും ലജ്ജയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ സുന്നത്ത് നടപ്പിലാക്കാൻ പലർക്കും ലജ്ജയാണ്. കൈവക്കാവുന്ന രോഗിയാണെങ്കിൽ കൈവച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമ്മോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞല്ലോ. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശഫീ ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. എത്ര വലിയ അർത്ഥമുള്ള പ്രാർത്ഥനയാണത്. അതാരാ ഇന്ന് പഠിച്ചവർ തന്നെ പ്രയോഗത്തിൽ വരുത്തുന്നവർ എത്ര പേരുണ്ട്. അതുപോലെ തന്നെ രോഗിയുടെ ശരീരത്തിൽ കൈവച്ചുകൊണ്ട് ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക, അസ്അലുല്ലാഹൽ അദീം റബ്ബൽ അർശിൽ അദീം അൻ യശ്ഫിയക. 7 തവണ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രാർത്ഥിക്കാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അസ്അലുല്ലാഹൽ അദീം, മഹാനായ അല്ലാഹുവോട് ഞാൻ ചോദിക്കുന്നു. റബ്ബൽ അർശിൽ അദീം, മഹത്തായ സിംഹാസനത്തിന്റെ ഉടമയായ അല്ലാഹുവോട് ഞാൻ ചോദിക്കുന്നു. അൻ യശ്ഫിയക, താങ്കൾക്ക് ശിഫ നൽകുവാൻ ഞാൻ അല്ലാഹുവോട് ചോദിക്കുന്നു. ഇങ്ങനെ എത്രയെത്ര ദുആകളുണ്ട് പ്രിയപ്പെട്ടവരെ.